താങ്ക് യു ഡോക്ടർ ബിന്ദുരാജ്. താങ്ക് യു ഡോക്ടേഴ്സ് ഇൻ ഇംഗ്ലീഷ് സെഷൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1718 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ ഒരു ചോദ്യോത്തര വേളയാണ്. ചോദ്യോത്തര വേളയിൽ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാനായി എത്തുന്നത് നമ്മുടെ IFPHന്റെ ആദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ ഇസ്മായിൽ സേഠ് സാറാണ്. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഡോക്ടറിനോട് സേഠ് സാറ്, നമ്മുടെ ആദരണീയനായ IFPHന്റെ പ്രസിഡന്റ് ഇസ്മായിൽ സേഠ് സാർ എത്തിയിട്ടുണ്ട്. സാറ് വൈകി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സാറിനെ. അപ്പൊ ഇന്ന് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ നമ്മൾ കഴിഞ്ഞൊരു ദിവസം ചോദ്യോത്തരവേള വെച്ചിരുന്നതാണ്. അന്ന് സാറിന്റെ തിരക്ക് കാരണം സാറിന് എത്താൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് നമ്മൾ ആ ചോദ്യോത്തരവേള തന്നെ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ഡോക്ടേഴ്സും മൂത്രാശയ സംബന്ധമായ രോഗങ്ങള് എന്തെങ്കിലും സംശയങ്ങളോ കേസുകളോ ഒക്കെ സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ റെഡിയായിരിക്കുക. അപ്പോഴേക്കും ആമുഖമായി മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് ഞാൻ ഇസ്മായിൽ സേഠ് സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാറെ തുടങ്ങാം. UTI എന്ന് പറയുമ്പോഴേ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അത് ഏറ്റവും നിസ്സാരമായ കാര്യമാണല്ലോ. കിഡ്നിയിലെ ആദ്യ ഭാഗവും യൂറിറ്ററും കൊടുത്തുള്ള ഇൻഫെക്ഷനാണ് UTI എന്ന് പറയുക. UTIക്ക് നല്ല മരുന്നുകൾ നമുക്ക് വളരെയധികം മാറ്റാറുണ്ട്. മരുന്നുകൾ മാത്രമല്ല, മാനേജ്മെന്റ് വളരെയധികം ഉണ്ട്. നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മതിയാവും. ബ്ലാഡർ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ സിസ്റ്റൈറ്റിസ് എന്ന് പറയാം. കിഡ്നി കുറിച്ചൊക്കെ വരാനത് നെഫ്രോ യൂട്രൈറ്റിസ് എന്ന് പറയാം. ഇതൊക്കെയാണ് പറയുന്നത്. പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയാം. ഇത് പല രോഗങ്ങളുണ്ടാവാം. നിസ്സാരപ്പെട്ട കല്ല് രോഗം വന്നാലും ഉണ്ടാവാം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നാലും ഉണ്ടാവാം. ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഉണ്ടാകാം. കല്ലുണ്ടെങ്കിലും ഉണ്ടാകാം. മറ്റുള്ള യൂറിനൽ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ റെക്ടൽ കംപ്ലൈൻറ്റോ ഉണ്ടെങ്കിലും ഇത്തരം ഉണ്ടാകാം. പുരുഷന്മാരെക്കാൾ കൂടുതൽ ഉണ്ടാകുന്നത് സ്ത്രീകൾക്കാണ്. കാരണം അവര് മലദ്വാരവും ഇതുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്നതിൻ്റെ പേരിൽ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ മുസ്ലിംസിലെ ചന്തി കഴുകാൻ വേണ്ടി മലമൂത്ര വിസർജനം ചെയ്തിട്ട് ചന്തി കഴുകാൻ വേണ്ടി ഖുർആനിൽ നിർദ്ദേശിക്കുന്നത് ബാക്കിൽ കൂടെയാണ്. ബാക്കിൽ കൂടെ ചന്തി കഴുകി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാകില്ല. മുന്നോട്ട് ചന്തി കഴിയുമ്പോഴാണ് ആ യൂറിനറി രക്തത്തിലെ അംശങ്ങളും കൂടെ യൂറിനറി ട്രാക്കിലോട്ട് കയറിയിട്ട് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉള്ള സാധ്യതയുണ്ട്. അങ്ങനെ പലർക്കും ഉണ്ടാകുന്നുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് വലിയ പേഷ്യൻസ് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയും അങ്ങനെയാണോ ചെയ്യുന്നത്. അത് നിർത്താൻ പറയുന്നതിൻ്റെ പേരിൽ കംപ്ലീറ്റ് അസുഖം മാറിയിട്ടുണ്ട് അവർക്ക്, മരുന്നിൻ്റെ സഹായങ്ങൾ കൂടാതെ തന്നെ. അപ്പോൾ അതൊരു ടെക്നിക്കാണ്. ആ ടെക്നിക്ക് നേരത്തെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഡോക്ടർമാരെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. മലം വിസർജനം ചെയ്ത് കഴിഞ്ഞാൽ കഴുകേണ്ട ഒരു രീതി ബാക്കിൽ കൂടെയാണ്. കൈയിട്ട് ബാക്കിൽ നിന്ന് കഴിയാൽ ആ ബാക്കിൽ വൃത്തിയായിട്ട് പോയിക്കോളും. ഫ്രണ്ടിൽ കഴിയാൽ അവരുടെ മലത്തിൻ്റെ അംശങ്ങളും കൂടെ യൂറിനറി ട്രാക്കിലോട്ട് കയറി യൂറിനറി ഇൻഫെക്ഷൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതൊരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഡോക്ടർമാർ ഉപദേശിക്കേണ്ട കാര്യമാണത്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സാറേ, കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട് ഉണ്ടാകുന്ന കുളിരുണ്ടാകുക, ഫാറ്റീഗ് ഉണ്ടാകുക, ഫീവർ ഉണ്ടാകുക. ഇതാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇപ്പം സീനിയർ ഡോക്ടർമാർക്ക് വേണ്ടി അല്ല ഇത് ഞാൻ പറയുന്നത്. വളരെ ജൂനിയർ ഡോക്ടർമാർക്കും അറിയാം. സ്റ്റുഡൻസിൻ്റെ പല ആളുകളും കയറുന്നുണ്ടല്ലോ, അവർക്കും വേണ്ടിയാണ് പ്രത്യേകം പറഞ്ഞത് ആദ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പം യൂറിനറി ട്രാക്കിൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ ചിൽനെസ് ഉണ്ടാകുക, പനിയം ഉണ്ടാകുക, പിന്നെ ഇത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. യൂറിനറി ട്രാക്കിൽ പെയിൻ ഉണ്ടാകുക, അങ്ങനെ ചെയ്യാറുണ്ട്. അത് നമ്മൾ ആദ്യമായിട്ട് മാറ്റണം. നമ്മൾ അതിനുള്ള പ്രധാനപ്പെട്ട പഠനങ്ങൾ നമുക്ക് വളരെയധികം നമുക്കുണ്ട്. അതിനു മുമ്പ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു.
ഇതാണ് വേണ്ടത്, പ്രധാനപ്പെട്ട ഒരു ഇത്. അത് നമ്മളെ സംബന്ധിച്ചോളം യൂറിനറി ട്രാക്കിന് സിംറ്റം വരുന്നത്, ആദ്യം വരുന്നത് ഈ മൂത്രത്തിന് തടസ്സമുണ്ടാകുക, മൂത്രം ഒഴിക്കാൻ പ്രയാസം ഉണ്ടാകുക, മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ട് പ്രയാസം ഉണ്ടാകുക, മൂത്രം റൺ ചെയ്യുമ്പോൾ പ്രയാസം ഉണ്ടാകുക. അപ്പം മൂന്നും കൂടെ വരുമ്പോഴാണ് യൂറിനറി ട്രാക്കിൽ ഇൻഫെക്ഷൻ വരുന്നത്. സാധാരണ ഇതിൽ മൂത്രം പോകാൻ പ്രയാസം ഉണ്ടായിട്ട് ഇൻഫെക്ഷൻ്റെ ഉണ്ടാകുകയാണെങ്കിൽ അത് കാന്താരിസം കൊണ്ടോ തരസപ്പെല്ലാം കൊണ്ടോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, പൂജ കൊണ്ടോ കൺട്രോൾ ചെയ്യാൻ പറ്റും. മൂന്നും കൂടെ ഒരുമിച്ച് വരികയാണെങ്കിൽ അതിനുള്ള മരുന്ന് കാന്താരിസം തന്നെയാണ്. കാരണം യൂറിനറി ട്രാക്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുക, പെയിൻ ഉണ്ടാകുക, യൂറിൻ പോകാൻ പെയിൻ ഉണ്ടാകുക, പോയിക്കൊണ്ടിരിക്കും പെയിൻ ഉണ്ടാകുക, കൺക്ലൂഷന് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാകുക. കൺക്ലൂഷൻ വല്ലാണ്ട് പെയിൻ ഉണ്ടാകുകയാണെങ്കിൽ അത് കാന്താരിസം കൊടുത്താൽ കുറയില്ല, തരസാപ്പല്ല എന്ന് കുറയ്ക്കണം. തരസാപ്പല്ല കൊടുത്താലേ കുറയുള്ളൂ. അതിന് മരുന്നിൻ്റെ അതങ്ങനെയാണ് രീതി വരുന്നത്. കൺക്ലൂഷനുള്ള യൂറിൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആണ് തരസാപ്പല്ലേക്ക്. അത് യൂറിൻ പോകാൻ തുടങ്ങുമ്പോഴുള്ള വേദന കൂടുതൽ വരികയാണെങ്കിൽ കാന്താരിസം, റൺ ചെയ്യുമ്പോഴും വേദന കൂടുതൽ വരികയാണെങ്കിൽ കാന്താരിസം കഴിഞ്ഞിട്ട് പിന്നെ സൂചി അവിടെ കൊടുക്കും. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വരികയാണെങ്കിലാണ് കാന്താരിസം കൂടുതൽ വരുന്നത്. അത് കൺക്ലൂഷന് കൂടുതൽ വരുന്നത് പെയിൻ കൺക്ലൂഷൻ അത് സരസാപ്പിലാണ് വരുന്നത്. നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാന്താരിസിന്റെ യൂറിനറി ട്രാക്കിന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഭയങ്കര ഒഫൻസീവ് സ്മെല്ലായിരിക്കും. ഒരു ഒഫൻസീവ് സ്മെല്ലുണ്ടാവും, ഫിൽത്തി ഒരു കോംപ്ലക്ഷൻ ഉണ്ടാകും, ഇതല്ലേ, പെയിനും ഉണ്ടാകും, ധാരാളം പെയിനും ഉണ്ടാകും. അതാണ് കാന്താരിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം ഇത് വരുന്നത്. സരസാപ്പിലാകുമ്പോൾ റെമഡി വരുമ്പോഴേ സിസ്റ്റൈറ്റിസ് കൂടുതൽ ഉണ്ടാകുന്നുണ്ട്. കൺക്ലൂഷന് യൂറിന് കൺക്ലൂഷൻ ഉണ്ടാകുമ്പോൾ കണ്ടമാനം പെയിൻ ഉണ്ടാകും. ഒരുപാട് മരുന്ന് അതിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ തന്നെയും പ്രധാനപ്പെട്ട മരുന്നുകൾ വരെ പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട മരുന്നുകൾ എപ്പിസ് ബന്ധിപ്പിക്കുക. ഇല്ല, അത് ആദ്യം തന്നെ ഇൻഡിക്കേഷൻ ഉണ്ടാകുന്നതാണ്. ഫ്രീക്വൻസി ഉണ്ടാവും, യൂറിനറി ട്രാക്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഫ്രീക്വൻസി ഉണ്ടാകുന്നുണ്ട്. ആ ഫ്രീക്വൻസി കൂടുതൽ വരുന്നത് എപ്പിസ് സ്മെല്ലാണ്. പിന്നെ വരുന്നത് ബെലഡോണ വെരി കോമൺ മെഡിസിൻ ആണ്. ബെലഡോണയ്ക്കാണ് സിവിയർ പെയിൻ ആണ്, വൈൽ യൂറിനേറ്റ് സിവിയർ പെയിൻ വരും, അല്ലാതെ തന്നെ പെയിൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. യൂറിൻ പാസ് ചെയ്യാതെ സമയത്തും ഭയങ്കര പെയിൻ ഉണ്ടാകാറുണ്ട്. പിന്നെ വരുന്നത് ബെർബറിസ് വൾഗാരിസ് ആണ്. ബെർബറിസ് വൾഗാരിസ് എന്ന് പറയുമ്പോൾ കിഡ്നി ടു യൂറിത്ര വരെ പെയിനാണ് ഉണ്ടാകുന്നത്. കിഡ്നിയിൽ പെയിൻ ഉണ്ടാകും, യൂറിറ്ററിൽ പെയിൻ ഉണ്ടാകും, യൂറിത്രയിൽ പെയിൻ ഉണ്ടാകും, പോകുമ്പോൾ കണ്ടമാനം പെയിൻ ഉണ്ടാകും. അതിന് ചിലപ്പോഴേ ബെർബറിസിന് ഇൻഫെക്ഷൻ വരുമ്പോൾ സ്റ്റോൺ ഫോർമേഷൻ കൊണ്ടുണ്ടാവാണ്. സ്റ്റോൺ ഫോർമേഷൻ കൊണ്ടും സിസ്റ്റൈറ്റിസ് കൊണ്ടും ഉണ്ടാകും. പിന്നെ ഇക്യൂസിസ്റ്റം കേൾക്കുന്നുണ്ടോ? എനിക്ക് നിങ്ങളാരെയും കാണുന്ന കേട്ടോ, അതാണ് ഒരു വൈക്ലഭ്യം ഉള്ളത്. കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. അത് നിങ്ങൾ തലയാട്ടുമ്പോഴും മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ, സൗണ്ട് വരുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയുമ്പോഴും പ്രയാസമുണ്ട്. എന്റെ മൊബൈലിന്റെ കുഴപ്പമാണോ വേറെ ലൈനിന്റെ കുഴപ്പമാണോ എനിക്ക് അറിയില്ല, മനസ്സിലാകുന്നില്ല. ലേക്കോപ്പടി എന്ന് പറയുന്നത് ഓൾറൗണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന മരുന്നാണ്. ഓൾറൗണ്ട് കാന്താരിസ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. സെൻസാപ്പല്ല പോലെ ടെറിബന്തിനെ പോലെ ഇമ്പോർട്ടൻ്റ്. ടെറിബന്തും ലേക്കോപ്പടിയുമാണ് ഏറ്റവും കൂടുതൽ എൻ്റെ അനുഭവത്തിൽ കൂടുതൽ വന്നിട്ടുള്ളത്. ടെറിബന്തിന് ഓൾ യൂറിനറി ട്രാക്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഓൾ യൂറിൻ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ലേക്കോപ്പടി അങ്ങനെ തന്നെയാണ്. ലേക്കോപ്പടി കാണുകയാണെങ്കിൽ ചെറിയ തരിവല ഉണ്ടാവും. റെഡ് സാൻസ് നമ്മൾ മെറ്റീരിയൽ പറഞ്ഞിട്ടില്ലേ, തരിവല പോലെ പൊയ്ക്കൊണ്ടിരിക്കും. അത് വൈറ്റ് സാൻസും ഉണ്ടാവാം, റെഡ് സാൻസും ഉണ്ടാവാം ലേക്കോപ്പടി നിന്ന്. മെഡോർണം എന്ന് പറയുമ്പോൾ മെഡോർണം ഇൻഫെക്ഷനാണ്. ഇൻഫെക്ഷൻ അതായത് അൺയൂഷ്വൽ ഇന്റർകോഴ്സ് ഉണ്ടാകുക, എന്താ പറയുക, ശരിയായുള്ള ഇൻഫെക്ഷൻ ഒരു മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുമ്പോഴുള്ള ഇൻഫെക്ഷനാണ് കൂടുതൽ വരുന്നത്. മെഡോർണം വരുന്നത്. മെഡോർണം എന്ന് പറയുമ്പോൾ ഓൾ യൂറിനറി ട്രാക്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. മെഡോർണം വരുമ്പോഴേ മെഡോർണം പൾസൽസ് വളരെ കൂടുതലായിരിക്കും. ടെറിബന്തിനും പൾസൽസ് കൂടുതലുണ്ടാകും. ടെറിബന്തിന് സെഡിമെന്റേഷൻ വളരെ കൂടുതലുണ്ടാകും. പൾസൽസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് മെഡോറൈനുമാണ്. മെഡോറൈനും തൂജ ഇതാണ് കാന്താരിസിനും ഉണ്ടാകുന്നുണ്ട്.
പിന്നെ കുട്ടികൾക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻ പറയുമ്പോൾ അത് ചെറിയ മക്കൾക്ക് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകും. കിടന്ന് മൂത്തൊഴിക്കുക, പെയിന് വേണ്ടി കരയുക, അതൊക്കെ വരുമ്പോൾ തിനാണ് കൂടുതൽ വരുന്നത്. ഞാൻ ഡിസ്കഷൻ ഉദ്ദേശിക്കാൻ കേട്ടോ. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പറയാൻ പറ്റും എനിക്ക്. എനിക്ക് ആരെയും കാണുന്നില്ല. അവർ പക്ഷെ വൈക്ലബിലുണ്ട്. ചോദിച്ച അതെനിക്ക് തോന്നുന്ന പേജ് അത് എങ്ങനെ സാറേ ശരിയാക്കണം കൂടി പിടിയില്ല. മോനിവിടെ ഇല്ല. മോനുണ്ടായിരുന്നു അവനെല്ലാം അറിയായിരുന്നു കാര്യങ്ങളൊക്കെ. നിങ്ങൾ ചോദിച്ചാൽ ചോദ്യങ്ങൾ കേൾക്കുന്നില്ല, അതാണ് കുഴപ്പം. നിങ്ങൾ അഭിപ്രായം പറഞ്ഞാലേ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്ന ഞങ്ങൾ ചുണ്ടനക്കുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. സൗണ്ട് കേൾക്കുന്നില്ല തീരെ വരുന്നില്ല. ഫുൾ കേൾക്കുന്നില്ല വോളിയം ഫുള്ളാ. ഞാൻ പറയുന്ന കേൾക്കാമോ സാറിനെ? ഞാൻ പറയുന്ന എന്താ കേൾക്കാമോ സംഭവിച്ച സാറിന്? പിടിയില്ല. സാറിന് കേൾക്കാൻ മേലെ ചുണ്ടനങ്ങുന്നൊക്കെ ഈ തലയാട്ടുന്നു. കമ്പ്യൂട്ടറിൽ ഇരുന്നാലും ശരിയാവുന്നത്. ലാപ്ടോപ്പിൽ ഇരിക്കേണ്ടി വരും. ഇനി എല്ലാം ലാപ്ടോപ്പിൽ ഇരിക്കാൻ നല്ലത്. സാറിന് ഞാൻ പറയുന്ന കേൾക്കാമോ? കേൾക്കാൻ വയ്യ? സാറ് ഒരു കാര്യം ചെയ്യാം. അപ്പൊ സാറിന് ബാക്കി ഭാഗം കൂടെ സാറ് പറയുന്നതായിരിക്കും നല്ലതാണ്. ഇപ്പൊ എന്താ ചെയ്യാ? ധനേഷ് ഡോക്ടർ ഉണ്ടോ? അന്ന് എക്സിറ്റ് ചെയ്തിട്ട് കയറിയാലോ? കേൾക്കാൻ വിളിച്ച് വയ്യ. പറയാം. വിളിച്ചു പറഞ്ഞേ. പറയാം, എക്സിറ്റ് ചെയ്തിട്ട് കയറാൻ. ഞാൻ പറയുന്നത് കേൾക്കാമോ? ഡോക്ടർ പറയുന്ന കേൾക്കാം. അപ്പൊ കുഴപ്പമൊന്നുമില്ല. സാറിന് എക്സിറ്റ് ചെയ്തിട്ട് കയറിയാ മതി. ഞാൻ വിളിച്ച് പറയാം. അല്ല സാറിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? സാറങ്ങ് പറഞ്ഞാ മതി. നിങ്ങൾ പറയുന്നത് കേക്കാം. നിങ്ങൾ ചോദ്യങ്ങൾ വെച്ചാൽ എനിക്ക് കേൾക്കുന്നില്ല. അതാണ് പാട്. അതാണ് കുഴപ്പം. അപ്പൊ സാറ് അതാണ് ബുദ്ധിമുട്ട്. ഡോക്ടർ പറയുന്നത് നിങ്ങൾ ആംഗ്യ ഭാഷ മാത്രം മനസ്സിലാവും. സാറൊന്ന് എക്സിറ്റ് ആയിട്ട് ഇപ്പൊ കേൾക്കാമോ? സാറൊന്ന് എക്സിറ്റ് ചെയ്തിട്ട് കയറാൻ പറഞ്ഞേ. ഞാൻ വിളിച്ചു പറഞ്ഞു. യൂറിനറി സാറ് കയറുമ്പോഴേക്കും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ കുറിച്ച് അനിൽകുമാർ ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? സമയം കളയേണ്ടത്. ഞാൻ ഇടയ്ക്ക് വെച്ചാ കയറിയ സാറിന്റെ കുറച്ച് കാര്യം. അതാ സാറ് വീണ്ടും കയറിയല്ലോ. സാറ് കയറി. സാറിന്റെ ഒന്നുകൂടെ കോഹോസ്റ്റ് ആക്കാം. കോസ്റ്റ് ആക്കിയാ കാണാമോ സാറേ? സൗണ്ട് ഇല്ല. സാറ് മ്യൂട്ടഡ് ആണ്. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഇപ്പൊ കേൾക്കാം അല്ലേ? ഇപ്പൊ കേൾക്കാമോ? ഞാനിപ്പോ ഏതവരെ ആകാശം നിൽക്കുക. അല്ല, ഇപ്പൊ കേൾക്കാമോ? നമ്മൾ പറയുന്നത് കേൾക്കാമോ? ഞങ്ങൾ പറയുന്നത് കേൾക്കാമോ? കേൾക്കാൻ പറ്റല്ലേ? അല്ല, സാറിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് കേൾക്കാം. ഓക്കെ പ്രശ്നം തീർന്നു. ഓക്കെ. അപ്പൊ ഇനി ഡോക്ടേഴ്സിന് സാറിനോട് എന്തെങ്കിലും സംശയങ്ങളോ കേസുകളോ കേട്ടാലേ പറയാൻ പറ്റും. കേൾക്കാലോ? കേൾക്കാം. പറഞ്ഞോളൂ. സാറേ, റെക്കറന്റ് ആയിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നതിന് നമുക്ക് ഏതൊക്കെ മെഡിസിൻസ് നമുക്ക് ഉപയോഗിക്കാം? കാൻഡാലിസ്, തുജ, സരസാപ്പല്ല, ടെരിബന്റ്, കാൻഡാലിസ്, സരസാപ്പല്ല. ഇത് മൂന്നും സരസാപ്പല്ലേക്കാണെങ്കിൽ കൺക്ലൂഷൻ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. കാൻഡാലിസിനാണെങ്കിൽ ബിഗിനിങ്ങിൽ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. 3 ട്രാക്കിലും പെയിൻ വരുന്നതാണ് തുജയും ടെരിബന്തും. ഇത് മൂന്നും കൊടുത്ത റെക്കറൻസി മാറും. പറയും, തീർച്ചയായിട്ടും പറയും. അങ്ങനെ റെക്കറന്റ് ആയിട്ട് വരാൻ എന്തായിരിക്കും അങ്ങനെ ഒരു യൂറിൻ ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാം. മലബന്ധത്തിൽ കൂടി ഇൻഫെക്ഷൻ ഉണ്ടാകാം. സ്ത്രീകൾക്കാണെങ്കിൽ സ്ത്രീകൾ മലമൂത്ര വിസർജനം കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ നിന്ന് കഴിയുകയാണെങ്കിൽ ഇൻഫെക്ഷൻ കൂടിക്കൊണ്ടിരിക്കും അവർക്ക്. അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിംസിനിടയിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. മലം വിസർജനം ചെയ്യിച്ചാലും ബാക്കിന് കഴിയാവുന്നു. ഇത് കാരണങ്ങളാണ്. അത് ഞങ്ങളുടെ ഖുറാനിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ്. ജീവിത രീതിയിൽപ്പെട്ട കാര്യങ്ങളാണ്. ബാക്കിന് കഴുകാൻ വേണ്ടി പറയുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് കഴുകാൻ പാടെന്നും പറയുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് കഴുകുമ്പോൾ മൂത്രശേഖരങ്ങൾക്ക് ഇൻഫെക്ഷൻ വരും. ആ ഇൻഫെക്ഷൻ എല്ലാ ദിവസവും നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്നുണ്ടല്ലോ. അപ്പൊ ഇൻഫെക്ഷൻ വിട്ടു മാറത്തില്ല. correct. അപ്പൊ ഇൻഫെക്ഷൻ കൂടിക്കൊണ്ടിരിക്കും. 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 അപ്പൊ ഇൻഫെക്ഷൻ വിട്ടു മാറത്തില്ല.
പിന്നെ വെള്ളം കുടി കുറവ്, സമയത്ത് മൂത്രം അതെ അതെ ഒഴിക്കാതിരിക്കും. അതെ അതെ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. വെള്ളം നമ്മൾ കുടിക്കണമെങ്കിൽ മിനിമം 2 to 3 ലിറ്ററിന് മേളിൽ വെള്ളം കുടിക്കണം. സ്ത്രീകൾക്ക് 2.5-2.5 3 പുരുഷന്മാർക്ക് 3-3.5 വെള്ളം കുടിച്ചാലേ ഇൻഫെക്ഷൻ തടയാൻ പറ്റുള്ളൂ. പല ആളുകളും വന്ന് പറയുമ്പോഴേ ഞാൻ ആ വെള്ളം കുടിക്കുന്നുണ്ട്, ഞാൻ ഉടനെ എടുത്ത് ഇതിൽ കുപ്പി വെച്ചിട്ടുണ്ട് 1 ലിറ്ററിന്റെ, ഈ കുപ്പിയിൽ പകുതി കുടിക്കുമോ? ഇല്ല, പകുതിയില്ല, പകുതി കൂടുതൽ കുടിക്കും. അപ്പോൾ 1 ലിറ്റർ കുടിക്കുന്നില്ല നമ്മൾ, മനസ്സിലായി? ഞാൻ അങ്ങനെ പിടിക്കുന്ന ആളുകളെ അപ്പോൾ ഞാൻ പറയും ഇതിന് 3 ലിറ്റർ 3 കുപ്പി വെള്ളം കുടിച്ചാലേ ശരിയാകത്തുള്ളൂ പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ. അതിനുശേഷം അവർ ചെയ്യുമ്പം മാറും. പലരും ഇപ്പം വെള്ളം കുടിക്കാൻ മടിയാ. ഡയബറ്റിക്കിന് വെള്ളം കുടിക്കാൻ ദാഹമുള്ളവർ മാത്രമേ കുടിക്കുന്നുള്ളൂ, അല്ലാത്ത ആരും വെള്ളം കുടിക്കുന്നില്ല. വെള്ളം കുടിക്കാതെ കൊണ്ട് നടക്കുക ഇങ്ങനെ. പെൺകുട്ടികൾ കൂടുതലും പെൺകുട്ടികൾക്ക് കൂടുതൽ പ്രയാസം ഉണ്ടാവും. അപ്പൊ അവര് ബാത്റൂമിലും പോകില്ല. ബാത്റൂമ് കോളേജ് സ്കൂളിലുള്ള ബാത്റൂമിനൊക്കെ എത്ര മോശപ്പെട്ട ബാത്റൂമാണ്. ഇതുമാതിരി വൃത്തിയുള്ള പിള്ളേർ അവിടെ കയറത്തിരുന്നില്ല. തിരിച്ച് വീട്ടിൽ രാവിലെ വന്നാല് വീട്ടിൽ നിന്ന് ഒഴിച്ചിട്ട് പോയാൽ വൈകുന്നേരം 5-5:30 വീട്ടിൽ വന്നിട്ട് മൂത്രം ഒഴിക്കുക. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സ്കൂളുകളിൽ ബാത്റൂം വളരെ ശുദ്ധമായിട്ട് കൊടുക്കണമെന്നുള്ള നിയമം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. പല സ്കൂളിലും ഇല്ല കേട്ടോ, ഞാൻ തന്നെ നോക്കിയിട്ടുണ്ട്. പല സ്കൂളിലും അങ്ങനെ വൃത്തിയായിട്ടില്ല. അവർക്ക് ആയാമൾക്ക് ഒന്ന് വൃത്തിയാക്കാൻ വലിയ മടിയാ. കുട്ടികൾ തന്നെ വൃത്തിയാക്കി ഇടുകയും അത് വൃത്തിയായിട്ട് മക്കൾ അവരാണ് ആദ്യം നോക്കേണ്ടത്. പെമ്പിളേരുള്ള സ്കൂളിലാണെങ്കിൽ പെമ്പിളേർ തന്നെ വളണ്ടിയായിട്ട് നിർത്താറുണ്ട്. യൂറിനറി വൃത്തിയാക്കാനും എല്ലായിട്ട് അവർ തന്നെ നിർത്താറുണ്ട്. പിന്നെ വെള്ളം വളരെ കുറച്ചേ ഉപയോഗിക്കുള്ളൂ. വെള്ളം കുളിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണം പോവില്ല, ഇൻഫെക്ഷനും പോവില്ല ആ ഭാഗത്തുനിന്ന്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു വലിയൊരു മഗ്ഗിന് വെള്ളം ഉപയോഗിക്കണം, എന്നാലും മാത്രമേ ഇൻഫെക്ഷൻ തടയാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യമുള്ളത് പൊതുവായിട്ട് പറയുന്നത് ക്ലോസറ്റിൽ പോയ ഉടനെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക, അത് പാടില്ല. ആദ്യം ഒന്ന് ഫ്ലഷ് ചെയ്യണം. ഫ്ലഷ് ചെയ്തിട്ട് അവിടെ ഇരുന്ന്, പെണ്ണുങ്ങളാണെങ്കിൽ ഇരുന്നിട്ട് മൂത്രം ഒഴിക്കുക. ഫ്ലഷ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് മൂത്രം ഒഴിക്കുക. വെള്ളം കംപ്ലീറ്റ് പോയാൽ പിന്നെ രണ്ടാമത് മൂത്രം ഒഴിച്ച് ഫ്ലഷ് ചെയ്തിട്ട് പോവുക. ഫ്ലഷ് ചെയ്യാതെ കയറി ഇരുന്നിട്ട് മൂത്രം ഒഴിക്കുമ്പോൾ ആ ഇൻഫെക്ഷൻ അവിടെ കൊണ്ട് കൂടുതലുണ്ടാവും അവർക്ക്. പെമ്പിള്ളേർക്കാണെങ്കിൽ കൂടുതൽ ഇൻഫെക്ഷനുള്ള സാധ്യത കൂടും സീറ്റിലിരുന്ന് മൂത്രം ഒഴിക്കുമ്പോഴേ. അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതിനകത്ത്. പിന്നെ നമുക്ക് പിന്നീട് ഈ ഇൻഫെക്ഷൻ വളരെയധികം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ മരുന്ന് വെച്ചാൽ മെഡോറൈനുമാണ് കേട്ടോ. കാരണം മെഡോറിനം 1 ml 10 ml കൊടുത്തു കഴിഞ്ഞാൽ കൂടെ ഉള്ള ഇൻഫെക്ഷൻ കുറയും. തൽക്കാലത്തേക്കുള്ള ഇൻഫെക്ഷൻ കുറയാൻ വേണ്ടിയാണ് ടെർബെന്തും കാൻഡൻസൊക്കെ ഉള്ളത്. ഇൻഫെക്ഷൻ പതിവായിട്ടുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി മരുന്ന് മെഡോറിനം 10 ml കൊടുത്തു കഴിഞ്ഞാൽ 2 ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ആശ്വാസം ഉണ്ടാകും. പിന്നെ 2 മാസം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്താൽ മതി. 1.5 മാസം 2 മാസം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്താൽ മതി. പിന്നെ അതിനുള്ള മരുന്നുകൾ പല മരുന്ന് മെക്സോൾ ഉണ്ടല്ലോ. മെക്സോൾ ഉണ്ട്, എപ്പിസ് ഉണ്ട്, കാൻലാരിസ് ഉണ്ട്, ബെൽഡോണ ഉണ്ട്, മെർക്കോറും മെക്സോളും ഉണ്ട്. പിന്നെ അത് ഡിസെൻട്രി വരുമ്പോഴാണ് ആ ഡിഫറൻസ് വരുന്നത്. ഡിസെൻട്രി വരുമ്പോൾ മെക്സോൾ വരുമ്പോൾ മോർ ഇൻഡിക്കേറ്റഡ് മെക്സോൾ, മോർ ടെനാസ്മസ്, മോർ ഇൻഡിക്കേറ്റഡ് മെർക്കോർ. അറിയാമല്ലോ അല്ലേ? ഡോക്ടേഴ്സിന് ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യോത്തര വേളയാണ്. ഹാൻഡ് റൈസ് ചെയ്താൽ എനിക്ക് വിളിക്കാൻ സൗകര്യം ഉണ്ടായിരിക്കും. ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാം സാറിനോട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അക്യൂട്ട് സ്റ്റേജിൽ ഏതാ പൊട്ടൻസി എന്നൊന്നും അക്യൂട്ട് സ്റ്റേജിൽ പൊട്ടൻസി ഏതാണ്? 200 എപ്പോഴും നല്ലത്. കാൻഡാരിസ് ആണെങ്കിലും സെൽസപ്പല്ലാണെങ്കിലും എപ്പീസ് ആണെങ്കിലും ബെലോൺ ആണെങ്കിലും 200 പൊട്ടൻസിയാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് എഫക്റ്റീവ് ചെയ്യും. കാൻഡാരിസ് 13 നല്ലോണം വർക്ക് ചെയ്യും കേട്ടോ. 200 ആണ് കൂടുതൽ എനിക്ക് അനുഭവം കിട്ടിയിട്ടുള്ളത്. കേൾക്കാമോ? കേൾക്കാം സാറേ, കേൾക്കാം. ഇനി ഓരോരുത്തരായിട്ട് ഇതുപോലെ എനിക്ക് ആരെയും കാണാൻ കേട്ടോ, സോറിയേ, എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല. വീണ്ടും അങ്ങനെ ഞാൻ ഈ മൊബൈല് ആർക്കും വിറ്റിട്ട് വേറെ വാങ്ങണം, അല്ലെങ്കിൽ കൊണ്ട് കളയണം. എന്താണ് നാളെ പോയി അന്വേഷിക്കട്ടെ. മൊബൈലിന്റെ കുഴപ്പമാണോ ഓപ്പറേഷന്റെ കുഴപ്പമാണോ അറിയില്ല.
ചില ഒരുപാട് പേർക്കുള്ളതാണ്. ചില നമ്മൾ അൺമ്യൂട്ട് ചെയ്യാൻ മറന്നുപോയാലും ഉണ്ടാവും ഇതുപോലെ. ഡോക്ടേഴ്സ് ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കണേ. സാറിനോട് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? മറിയാമ്മ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. സാറേ ഒരു സംശയം ചോദിക്കാനുള്ളത്, ആ റെക്കറന്റ് ഡ്യൂട്ടി ഉണ്ടാകുന്ന ഒരാളാണ്. ആ. പ്രായം 80 അടുക്കാറായി. പക്ഷേ 80. പക്ഷെ പുള്ളിക്കാരന്റെ ഈ സ്ട്രിക്ചർ യൂറിത്രയാ വരുന്നത്. 6 മാസം കൂടുമ്പോൾ ഡയലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ യൂറിൻ പോവുകയില്ല. ഡയലേറ്റ് ചെയ്ത് കത്തീറ്റർ ഉപയോഗിക്കും, പിന്നെ UTI ആവും, പിന്നെ ഇൻഫെക്ഷൻ ആന്റിബയോട്ടിക് ഒക്കെ കഴിക്കും. അതിൽ ഞാൻ ഒന്ന് തൂജയും സ്തയോസിനാമിനും കൊടുത്തു നോക്കി, പക്ഷെ അത് വലിയ ഗുണം ചെയ്തിട്ടില്ല. ഇപ്പോഴും അതേപോലെ അവർക്ക് ഡോക്ടറെ തൂജ 1 കൊടുത്തേ, സ്തയോസിനാമിൻ 30 കൊടുത്തത്. വർക്ക് ചെയ്യും, വർക്ക് ചെയ്യേണ്ടതാണ്. പ്രയോജനമില്ല. പക്ഷെ ബെർബറിസ് 200 കൊടുക്കുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ കുറയുന്നുണ്ട്. അല്ലേ 200 കൊടുത്തേ. ആണോ? 200 കൊടുത്തിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്കോപോഡി ഫോളോ അപ്പ് ചെയ്യാം. ഈ സ്ട്രക്ചർ മാറാൻ എന്ത് ചെയ്യും സാർ? സ്ട്രക്ചർ മാറാൻ വേണ്ടി തുകയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ മെക്സോൾ വരും. മെക്സോളാണ് വരുന്നത് തുക കഴിഞ്ഞാൽ. ഡോക്ടർ കൊടുത്ത് നോക്കിയല്ലോ. തൂജ കൊടുത്ത് കുറഞ്ഞില്ല. പിന്നെ മെക്സോൾ കൊടുത്ത്. ഏത് പൊട്ടൻസി കൊടുക്കണം? അത് ആദ്യം തന്നെ 200 കൊടുത്താൽ മതി. 2-3 1/, അത് ഡോസ് കൂടുതൽ പോയിട്ട് ഡ്രോപ്പായിട്ടൊന്നും കൊടുക്കരുത്. അപ്പോൾ ഡ്രോപ്പിനെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 10 ഡോസായിട്ട് കൊടുക്കുക 4th hour. എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ണം കൊടുക്കുക. ഇപ്പം പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാവും. 200 റിപ്പീറ്റ് ചെയ്ത് 2 നേരം എങ്ങനെ കൊടുക്കണം? അത് എന്നാലും ഒരു ഡ്രോപ്പിനെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വെള്ളത്തിലിട്ടാലും വെള്ളത്തിലിട്ടാലും എഫക്റ്റും കൂടുതൽ പൊടിയാണ് നല്ലത്. ഒരു പൊടിയിൽ കുറച്ച് പൊടി എടുത്തിട്ട് ഒരു ഡ്രോപ്പ് ഇട്ട് മിക്സ് ചെയ്തിട്ട് 10 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓരോ പൊടിയായിട്ട് കൊടുക്കുക. ഒരു ദിവസം ഓരോ പൊടി കൊടുക്കാൻ? അല്ലല്ല, 4th hour കൊടുക്കണം. 4th hour. 4th hour കൊടുത്തതിന് ശേഷം പിന്നെ വണ്ണമാക്കാം. അത് എത്ര നാൾ കൊടുത്തിട്ട് വണ്ണമിലോട്ട് പോകണ്ടേ? മിക്കവാറും 3-4 ദിവസം കൊടുത്താൽ മതിയാവും. 4 ദിവസം. ഈ 10 ഡോസിന്റെ ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം മെഡിക്കൽ കൊടുക്കുക. പിന്നീട് വണ്ണമാക്കുക. വണ്ണം എത്ര ദിവസം കൂടുമ്പോ? വണ്ണം വൺസിന് വീക്ക് കൊടുക്കുക ഒരു ദിവസം. അത് കഴിഞ്ഞാൽ വൺസിന് 10 days കൊടുക്കാം. പിന്നെ വൺസിന് 15 days കൊടുക്കാം. പിന്നെ 10 ആക്കണം. കൊടുത്തു നോക്കാം സാറേ. താങ്ക് യു സാർ. ഓക്കെ മറിയാമ്മ ഡോക്ടറെ. അടുത്തത് ഹരിഹരൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹരിഹരൻ സാറ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഹരിഹരൻ സാറ് സംസാരിച്ചു. സ്ട്രക്ചർ യൂറിത്രയ്ക്ക് petroselinum is the specific remedy. You refer and give it. ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം പറഞ്ഞു. അത് അതിന്റെ സ്പെസിഫിക് റെമഡിയാണ്. അതെ. കഴിഞ്ഞോ ഹരിഹരൻ സാർ? കഴിഞ്ഞു. ഞാനിത് കേട്ടോണ്ട് പറഞ്ഞു. മോഡിഫൈ ചെയ്താണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ഇതുപോലെ ഉണ്ടെങ്കിൽ പറയാം. എനിക്ക് വലിയ വിവരം കിട്ടുമല്ലോ. ഹൈ എന്ന് ഉദ്ദേശിക്കുമ്പോ വണ്ണം മതിയല്ലോ സാറേ? വണ്ണമോട്ട് ഒക്കെ ഉപയോഗിക്കാം. അതൊക്കെ അത് ഡിപ്പെൻസ്. അതൊരു ഡോക്ടറുടെ ഇതനുസരിച്ചിരിക്കും, ഇന്റൻസിറ്റി ഓഫ് ദി ഡിസീസ് അനുസരിച്ചിരിക്കും, അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി അനുസരിച്ചിരിക്കും. ഇതെല്ലാം കണക്കിലെടുത്ത് വേണം പൊട്ടൻസി സെലക്ട് ചെയ്യാൻ. ഓക്കെ, അടുത്തത് ഐഫോൺ ആരാണെന്ന് അറിയുന്നില്ല. സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ. ആരായിരുന്നു? ആരാണെന്ന് അറിയാൻ വയ്യ. ഒന്ന് വീഡിയോ ഓണാക്കിയ കാണാം, അല്ലെങ്കിൽ സംസാരിച്ചോളൂ. കാണാൻ മറയത്ത് വേണോ?
ആരാണ് ഐഫോൺ? സംസാരിച്ചോളൂ. ആ, നമ്മളെ പത്മപ്രിയ ഡോക്ടറാണ് കേട്ടോ. അത് ശരി. സംസാരിച്ചോളൂ ഡോക്ടറെ. UK ന്നോ? UK ആ, ന്നോ? അത് വേറൊരു ഫോണിൽ നിന്നൂടെ വരുന്നുണ്ട്. ഇനി അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. ഓക്കെ. നമസ്കാരം സൈഡ് സർ. നമസ്കാരം. സാർ സുഖം എങ്ങനെ തന്നെ? സുഖായിരിക്കുന്നു സാർ. ഞാൻ കാറിലാണോ? ലാപ്ടോപ്പിലായിരുന്നു, ഇപ്പൊ മൊബൈലിൽ വന്നു, അപ്പൊ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. യാത്രയിലാണെന്നോ അല്ലേ? അല്ല, അതെ. അതെ അതെ. സാർ, എന്റെ അടുത്ത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ്, ഒരു 68-year-old സ്ത്രീയാണ്. ഇവിടുത്തെ സ്ത്രീയാണ്. തൈറോയിഡ് ക്യാൻസർ, മെറ്റാസ്റ്റസിസ് നെക്കില്, തൈ ബോൺസിലും, ബ്രെയിനിലും, ഇന്റസ്റ്റൈനിലും ഉണ്ട്. അതൊക്കെ ഓപ്പറേഷൻ ചെയ്തു. ഷീസ് ഓൺ കീമോതെറപ്പി. ഇപ്പോ IBS അപ്പൊ ഫോർച്ചുനേറ്റ്ലി ഒരു നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ IBS, ഷീസ് അബ്സല്യൂട്ട്ലി ഔട്ട് ഓഫ് IBS നൗ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കോൾഡ് കഫ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അപ്പൊ ഉള്ള അക്യൂട്ട് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്റെ അടുത്ത് വന്ന തൊട്ട് ഇപ്പൊ ഒരു 6-7 months ആയി, വന്ന തൊട്ട് ഇന്ന് വരെ യൂറിനറി കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഐ ബിലീവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ IBS ഒക്കെ ക്ലിയർ ആയപ്പോൾ യൂറിനറി കംപ്ലൈന്റും മാറുന്ന. ബട്ട് സെക്കൻഡ് ഫോളോ അപ്പിൽ വന്നപ്പോൾ അവർ പറഞ്ഞത് കീമോതെറപ്പിയുടെ മെഡിസിൻസ് എടുത്തോണ്ടിരിക്കണം. ആൻഡ് ഓങ്കോളജിസ്റ്റ് ഹവ് സെഡ് കീമോതെറപ്പിയുടെ വൺ ഓഫ് ദ സൈഡ് എഫക്ട്സ് ആണെന്ന്. സോ ഇറ്റ്സ് ബീൻ ഓൾമോസ്റ്റ് 6-7 months. ഞാൻ ഈ പറയുന്ന കാന്താരീസും മോക്സോളും ഒക്കെ കൊടുത്തിട്ടുണ്ട്, പല റെമഡീസും ട്രൈ ചെയ്തു. ബട്ട് ഐ ആം അബ്സല്യൂട്ട്ലി അൺസക്സസ്ഫുൾ. എന്ന് വന്നാലും സെയിം ഇന്റൻസിറ്റി ഓഫ് യൂറിനറി കംപ്ലൈന്റ് പറയുന്നുണ്ട്. അപ്പൊ റീസെന്റ് തുജ 6C കൊടുത്തപ്പോ കുറച്ച് ഒരു 10% റിലീഫ് ഉള്ളൂ. ബട്ട് ഒരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള കംപ്ലൈന്റ് ആണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു കേസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? അത് മിക്കവാറും മറ്റേ കീമോതെറപ്പി സൈഡ് എഫക്റ്റിൽ പെട്ടാണ്. ആ അത് കീമോതെറപ്പി സൈഡ് എഫക്റ്റ് പോണെങ്കിൽ റെസ്റ്റോക്സ് 10 കൊടുക്കണം ആദ്യം. എന്നിട്ട് മെഡോറിനെ കൊടുത്തു നോക്കിയാൽ മാറ്റം ഉണ്ടാവും. പക്ഷെ എന്റെ പേടിയാണ് സത്യം പറയണ, ഇത്രയും പാത്തോളജിക്കലി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ദേഹമാണ് അവരുടെ. പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കീമോതെറപ്പി നടന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് ഇത്ര ഹൈ പൊട്ടൻസി കൊടുക്കുന്നത് സേഫ് ആണോ? ഞാൻ സത്യം പറയാലോ, ഇവിടെ പ്രാക്ടീസ് എന്റെ ആദ്യത്തെ പേടി കൈവിട്ട് പോകരുതെന്ന്. മാത്രമല്ല ഈ ബ്രിട്ടീഷ് പേഷ്യൻസ് വരുമ്പോ ഒന്നും കൂടെ പേടിയാണ്. കാരണം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയത് നമുക്ക് പേഷ്യൻസിന്റെ സക്സസ് റേറ്റ് വെച്ചാലേ നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് പേടി ഹൈ പൊട്ടൻസി വെച്ച് ഞാന് കൊടുക്കണത് ധൈര്യം. എത്ര വയസ്സുണ്ട് അവർക്ക്? 68 ആയി. മിഡിൽ ഏജ് ആണ് അവിടുത്തെ കണക്കിന് മിഡിൽ ഏജാ. അതെ, വെരി ആക്റ്റീവ്, വെരി ഫിസിക്കലി ആക്റ്റീവ്. അത് ശരി, ഫിസിക്കലി ആക്റ്റീവ് ആണ്. അവർക്ക് ഇത്രയും ക്യാൻസറും ഉണ്ട്, കീമോതെറപ്പി ഉണ്ട്, മെറ്റാസ്റ്റസിസ് ഉണ്ടെന്നൊന്നും ആരും കണ്ടാലും പറയില്ല. അവരുടെ ഫിസിക്കൽ ലൈഫ്, എക്സ്റ്റേണൽ ലൈഫ് നോക്കിയാലും സോഷ്യലി ഇൻവോൾവ് ആണ്. സോ ഹൈ പൊട്ടൻസി അപ്പൊ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. മെഡോറിനെ കൊടുത്തു നോക്കാം. അങ്ങനെയാണെങ്കിൽ മെഡോറിനെ കൊടുക്കാം. ഏതാ, 10mോ 1m? 10mോ 1m ആദ്യം കൊടുത്തോളൂ. ഓക്കെ, 1 ഡോസ് അല്ലേ? അതെ, 1 ഡോസ് കൊടുത്ത് ഒരു 7 ദിവസം ഒബ്സർവ് ചെയ്യുക. മിക്കവാറും 3rd ഡേ ആക്ഷൻ തുടങ്ങും. 2nd 3rd ഡേ ആകുമ്പോൾ ആക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോ പൊട്ടൻസി 6C വെച്ചിരിക്കുന്നത് ഞാൻ. അപ്പൊ അത് കാരണം IBS അണ്ടർ കൺട്രോൾ ആണ്. അപ്പൊ അതിനെ നിർത്തണോ? അതെങ്ങനെയാണ് അതിന്റെ? നിർത്താൻ വരും. ഈ മാത്തമാറ്റിക് വന്നാൽ പിന്നെ കോൺസെൻട്രേഷൻ കൊടുക്കണ്ട. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ്ലി നിർത്തിയിട്ട് ഇത് തുടങ്ങിയ അപ്പൊ പിന്നെ വെയിറ്റ് ടു ഗെറ്റ് ബാക്ക് ടു ദ പ്രിസ്ക്രിപ്ഷൻ. അത് കൊണ്ടുവരാം, പിന്നെ കൊണ്ടുവരാം. ഏതാ കണ്ടുപിടിച്ച ഡോക്ടർ? സിമ്മിസിഫ്യൂഗയിലാ നടന്നുകൊണ്ടിരിക്കുന്നത്. സിമ്മിസിഫ്യൂഗ 6C നല്ലപോലെ അവരുടെ മെന്റൽ പ്രോബ്ലംസ്, ഇമോഷണൽ പ്രോബ്ലംസ്. ഡീപാക്റ്റിംഗ് കുറവാണ് ഡോക്ടർ. ഡീപാക്റ്റിംഗ് കുറവാണ്. കോൺസെൻട്രേഷൻ മരുന്നാണെങ്കിലും ഡീപാക്റ്റിംഗ് വളരെ കുറവാണ്. അപ്പോ എന്തായിരിക്കണം, വാട്ട് ഷുഡ് ബി ദ മാനേജ്മെന്റ് ടെക്നിക് ഹിയർ? മെഡോറിന് കൊടുത്താൽ മതി. മെഡോറിന് 200 കൊടുത്തിട്ട് 1m പോവുക. ഓക്കെ, ഫൈൻ. 200 1mലേക്ക്. ഓക്കെ, താങ്ക് യു. ബൈ. ഇനി ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും കേസുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഹാൻഡ് റൈസ് ചെയ്യണേ.
സമയമുണ്ടല്ലോ, ഇനി സമയമുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. അതെ. അവസാനം സമയം കഴിയാറാവുമ്പോ പിന്നെ തിരക്കി പിടിച്ച് വന്നാൽ നമുക്ക് വേണ്ട രീതിയിൽ ചോദിക്കാൻ സമയം കിട്ടത്തില്ല. ഇപ്പോഴും ഇഷ്ടം പോലെ സമയമുണ്ട് ചോദിക്കാം. സാറേ, ഈ കുട്ടികളില് ഈ എന്താണ് ബെഡ് വെറ്റിംഗ് ഉണ്ടല്ലോ, അത് അതിന് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് ആണോ അതേ എന്തെങ്കിലുമൊക്കെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് സ്പെസിഫിക് പറയുന്നുണ്ടെങ്കിൽ അത് പോരാ കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ടി കൽക്കരി കാർബ് കോൺസ്റ്റിറ്റ്യൂഷൻ വരികയും ചെയ്യും, കോമൺ ആയിട്ട് വരികയും ചെയ്യും കൽക്കരി കാർബ്. പിന്നെ ഇക്വസ്റ്റേറ്റും കൊടുത്താൽ തൽക്കാലം കുറയും. ഇക്വസ്റ്റേറ്റും 30 കൊടുക്കുകയാണ്, ഇക്വസ്റ്റേറ്റും കൊടുത്താൽ 30 കൊടുത്താൽ തൽക്കാലം കുറച്ച് കുറയുന്നുണ്ട്. പിന്നീട് ലൈക്കോപോഡിയോ കൽക്കരി കാർബ് അങ്ങനെ വന്നു കഴിഞ്ഞാണ് കൺട്രോൾ ആവുന്നത്. ഇക്വസിറ്റം, കൽക്കേരിയ കാർബ്, അതെ, തുജ മെഡോറിനം വരും. മെഡോറിനം ഉണ്ട് അല്ലേ? മെഡോറിനം ഉണ്ട്. മെഡോറിനം ഞാൻ കൊടുത്ത് കുറച്ച് കുറവുണ്ട് ഒരു പേഷ്യന്റിന്, ഒരു കുട്ടിക്ക്. മെഡോറിനം 1 കൊടുത്ത്. മതിയാവും, പിന്നെ 10 ആക്കിയാൽ മതി. ഒരു വട്ടേ കൊടുത്തോളൂ. അല്ലേ? അപ്പോലെ കൊടുക്കരുത്. ഡോക്ടറെ, ശൈല ഡോക്ടറെ, ഡോക്ടർ കുമാറാണ്. അതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മിക്കവാറും ബെഡ് വെറ്റിംഗ് കേസുകളിലെല്ലാം കുട്ടികള് ബോധം കെട്ട് ഉറങ്ങുന്നവരാണ് 100% കേസുകളിലും. കിടന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂറിനകം മൂത്രമൊഴിക്കും. അല്ലല്ല, അതിനു മുമ്പേ അത് ബോധം കെട്ടങ്ങ് ഉറങ്ങും. ഒരു ബോധം കാണത്തില്ല, പരിസര ബോധം കാണത്തില്ല. കൊച്ചുകുട്ടികൾക്ക് എന്ത് പരിസര ബോധം? ഒരു ബോധമില്ല. ചോദിച്ചു നോക്കി. അതിന് സാറേ 15-16 വയസ്സായിട്ടും കിടന്ന് മൂത്രമൊഴിക്കുന്ന കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. 5-6 വയസ്സ്. 22 വേറൊരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാല് 22 വയസ്സായിട്ട് കല്യാണം കഴിക്കാതെ പ്രപ്പോസൽ, കുട്ടി സുന്ദരി ആയതുകൊണ്ട് പ്രപ്പോസൽ പലരും വരുന്നുണ്ട്. എനിക്ക് കൊടുക്കാൻ എന്റെ അച്ഛന് ഇഷ്ടമല്ല, ഞാൻ കൊടുത്താൽ പിന്നെ പിറ്റേന്ന് വീട്ടിൽ വന്നിരിക്കുന്ന പഠിക്കും. അതെ, അതൊരു ഒബ്സർവേഷൻ. രണ്ടാമത്, അങ്ങനെയുള്ള കുട്ടികൾക്ക് 5 മണിക്ക് ശേഷം ഒരു തുള്ളി വെള്ളം കൊടുക്കരുത്. രണ്ടാമത്, പാരന്റ്സിന് പറയാ ഇടയ്ക്കൊന്ന് എടുത്ത് മൂത്രം ഒഴിപ്പിക്കുക. അത് മെത്തേഡാണ്. എന്നിട്ട് മെഡിസിൻസ് കൂടെ കൊടുക്കുമ്പോൾ കറക്റ്റ് ആവും. ഡോക്ടർ ഒന്ന് ചെയ്ത് നോക്ക്. മാനേജ്മെന്റ് അതായത് ബോധം കെട്ട് ഉറക്കുന്ന കുട്ടിയെ ഇടയ്ക്കൊന്ന് എടുത്ത് മൂത്രം ഒഴിപ്പിക്കുക. രണ്ടാമത്, 5 മണിക്ക് ശേഷം വെള്ളം കൊടുക്കുന്നത് കുറയ്ക്കുക. നമ്മളെ മെഡിസിൻ ഈ പറഞ്ഞ എക്വിസെറ്റം, കൽക്കേരിയ കാർബ്, മെഡോറിനം ഒക്കെ കൊടുക്കാം. മെഡോറിനം കൊടുത്തതിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. അത് പൊട്ടൻസി കൂട്ടിയാൽ മതി ഡോക്ടറെ. 200 പോരാ, 1M, 10M, 50M കൊടുക്കാം. മെഡോറിനം കൊടുക്കാൻ കാരണം വേറെ ഉണ്ട്. ഞാൻ ഒരിക്കൽ എന്തോ വായിച്ചു, മെഡോറിനം ആ കുട്ടി എന്താണ് പുളിയുള്ള സാധനങ്ങള് പുളി തന്നെ ചോദിച്ച് വാങ്ങിച്ചു കാണാതെ എടുത്ത് കഴിക്കും. പുളി അപ്പോഴും മെഡോറിനം ഞാൻ പുളി. അപ്പൊ അത് വെച്ചാണ് ഞാൻ മെഡോറിനം കൊടുത്തു നോക്കിയത്. അപ്പൊ അതിൽ കുറച്ചൊരു വ്യത്യാസം. അത് സാറ് പിന്നെ പിൻവേംസിന് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചാണ്. പിൻവേംസിന് സാറാണെങ്കിൽ കൊല്ലം മുമ്പ് ഒരു സെമിനാറിൽ പറഞ്ഞത് റിക്കറന്റ് ആയിട്ട് വരുന്നതിനൊക്കെ മെഡോറിന് ഒണ്ണം കൊടുക്കാനായിട്ട്. ഞങ്ങള് ഗ്രാജുവേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. കൊല്ലങ്ങൾക്ക് മുമ്പ് 2007 അതിന് മുമ്പ് എപ്പോഴാണ് സാറ് പറഞ്ഞത്. ട്രൈ ചെയ്ത് നോക്കി, 100% റിസൾട്ടാണ്. ഇനി ഇത് അടുത്ത പൊട്ടൻഷ്യൽ ചെയ്ത് ഷഫീഖ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. പത്മപ്രിയ ഡോക്ടറിലേക്ക് വരാം. ഒന്നുകൂടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് പത്മപ്രിയ ഡോക്ടർ. ഷഫീഖ് ഡോക്ടറിൽ ഒന്ന് പോയിട്ട് വരാം. ഷഫീഖ് ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. സാറേ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് മെയിൻ ആയിട്ട് നമുക്ക് നല്ല എഫക്ട് കിട്ടുന്ന ഒരു മെഡിസിൻ സാറ് മറന്നുപോയതാണ്. ഉവാർസി. അക്യൂട്ട് ആണ് ഡോക്ടറെ. കുട്ടി കമന്ന് കിടന്നാൽ അപ്പോഴും മൂത്രമൊഴിക്കും. അല്ല, അത് മെഡോറിനത്തിനും പറയുന്നുണ്ട് സാറേ. പിന്നെ സിനയ്ക്കുണ്ട്. പിന്നെ ഈ രാത്രി നെക്ടോണൽ അന്യൂറിസിന് പിന്നെ സെപ്റ്റിയും ക്രിയോസോട്ട് നല്ല എഫക്റ്റീവ് ആണ്. സെപ്റ്റിയൊക്കെ വലിയ കൊച്ചു പിള്ളേരാണെങ്കിൽ കൊടുക്കാം. വഴങ്ങായപ്പറ്റ 22 വയസ്സുള്ള പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്.
ചെയ്യാം. അത് ക്രിയോസോട്ട് കൊടുത്ത് ഞാനൊരു കേസ് ഒരു ഗൾഫിലുള്ള കുട്ടിക്ക് പിള്ളേർ ചോദിച്ചാൽ പറയും നമ്മള് ബാത്റൂമിൽ എണീച്ചിട്ട് പോകുന്ന സ്വപ്നം കൊണ്ടോന്ന് ചോദിച്ചാൽ മതി. മിക്ക പിള്ളേരും പറയും സ്വപ്നം കാണുന്നുണ്ടെന്ന്. അവര് ബാത്റൂമിൽ പോകുന്നിട്ട് എണീച്ച് അതിൽ പോകുന്നു, അവിടെ പോയിരുന്നു ഒത്തൊഴിക്കുന്നു. അങ്ങനെ സ്വപ്നം കാണും. എല്ലാം നടത്തുന്ന ബെഡിലാണ്. അത് ക്രിയോസോട്ടിന്റെ പ്രത്യേകത കേട്ടോ. അതുപോലെ ഒരു കാര്യം കൊണ്ട് സാർ, ക്രയോസോട്ടിന് ഭയങ്കര ഒഫൻസീവ് ആയിരിക്കും. ഭയങ്കര അയ്യോ അടുത്ത് നിൽക്കാൻ പറ്റില്ല. പ്രദേശത്തൂടെ പോകാൻ പറ്റില്ല. അതെ അതെ. ആ ഇൻഡിക്കേഷൻ ഒക്കെ വെച്ച് അതെ തന്നെയാണ് ഏത് ഡിസ്ചാർജും അങ്ങനെ കേട്ടോ. 14 വയസ്സായിട്ട് കുട്ടികൾക്ക് ഊണ്ടുവല്ല ഉണ്ടായി അതിന്റെ മണവും ഭയങ്കര സ്മെല്ലായിരിക്കും. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ആൾക്ക് കാലില് 3 വിരലേ ഉള്ളൂ, 2 വിരലും പൊട്ടി കളഞ്ഞു. ഭയങ്കര സ്മെല്ലാ. മുളകൊരെണ്ണം കൊടുത്തു കഴിയുമ്പം സ്മെല്ല് മാറി. ഇപ്പൊ ഹീൽ ചെയ്തോണ്ടിരിക്കുക. 2-3 ദിവസം കൊണ്ട് ഡിസ്ചാർജ് ചെയ്യാറ്. അതുപോലെ സാർ ഒരു മെഡിസിൻ കൂടെ ഉണ്ട് സാർ, തലാപ്സി ബെർസ പെസ്റ്റോറിസ്. അത് ഈവൻ നമ്മുടെ കത്തീഡ്രൽ പോലും റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതെ. തലാപ്സി ബെർസ പെസ്റ്റോറിസ്, തലാപ്സി BP, ടിഞ്ചർ, BPT. നമ്മള് ഈ ബ്ലീഡിങ്ങിനൊക്കെ കൊടുക്കുന്നതല്ലേ? അല്ലല്ല, ബ്ലീഡിങ്ങിനും കൊടുക്കും ഡോക്ടറെ. പക്ഷെ മെയിൻ യൂറിനറി ഇൻഫെക്ഷൻ ആണ്. അപ്പോഴ് പിന്നെ ഇനി പത്മപ്രിയ ഡോക്ടർ കൺവീനിയന്റ് ആണോ ചോദിക്കാൻ? പത്മപ്രിയ ഡോക്ടർ നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തു. ഹരിഹരൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ, എന്താണ്? ഞാന് പറഞ്ഞത് ഈ ഉവാവുഷി ബ്ലാഡർ സ്റ്റോണിന് ബെസ്റ്റ് ആണ്. പറ്റും. ബ്ലാഡർ സ്റ്റോണിന്റെ സ്പെസിഫിക് മെഡിസിൻ ആണ്. ടെലൂറിയം അതും ബ്ലാഡർ സ്റ്റോണിന് പറ്റിയതാണ്. കൊളസ്ട്രീനം 3X. അല്ല സാറ്, വേറൊന്നും സംഭവമാണ്. നമ്മളിപ്പോ എന്ത് കൊടുത്താലും ചിലപ്പോ കുറയാതെ വരാം. അപ്പൊ അങ്ങനെ കൾച്ചർ ചെയ്ത് നോക്കുക. കൾച്ചർ ചെയ്ത് നോക്കിയിട്ട് ഏത് ഓർഗാനിസം നോക്കുക. ഈ കോളൈ ക്ലബ്സീലൊക്കെ വരും. അതേ സാധനം നമുക്ക് മെഡിസിൻ ആയിട്ടുണ്ട്, ക്ലബ്സീല 30. ഞാൻ കൊടുത്തു നോക്കിയിട്ടുണ്ട്, റിസൾട്ട് ഉണ്ടായിരുന്നു. ഈ കോളൈ കൊടുക്കുമ്പോൾ ഈ കോളൈ നെഗറ്റീവ് ആവും. നമ്മൾ വേറെ പല മെഡിസിൻസും കൊടുത്താലും നെഗറ്റീവ് ആവൂല. അങ്ങനെ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ട്. ഈ കോളൈ 30 ഒക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ക്ലബ്സീല 30 ഇതൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ കൊടുക്കും. അത് കൊടുക്കുമ്പോൾ നെഗറ്റീവ് ആവുന്നുണ്ട്. യൂറിക് ആസിഡ് അക്യുമുലേഷന് തലാപ്സി കൊടുക്കുമോ എന്നൊരു സംശയം ചോദിച്ചിട്ടുണ്ട്. യൂറിക് ആസിഡ് 200 കൊടുത്താലും പറയും. ഞാൻ ഇന്നലെ പറഞ്ഞു തലാപ്സി കൊള്ളാം. യൂറിക് ആസിഡ് തന്നെ പൊട്ടൻസി കിട്ടും. ഓക്കെ. പത്മപ്രിയ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അനിത ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. പത്മപ്രിയ ഡോക്ടർക്ക് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥ ഇല്ല. ഓക്കെ. ഹലോ. ക്ലിയർ അല്ല. വണ്ടി നിർത്താൻ ക്ലിയർ ആവുന്നില്ല. അപ്പോഴത്തേക്ക് വണ്ടിയുടെ ഒരു സൈഡിലേക്ക് നമുക്ക് അനിത ഡോക്ടറെ സംസാരിച്ചോളൂ. സാറേ ഗുഡ് ഈവനിങ്. കേൾക്കാമോ സാറേ? ഒരു കേസ് 62-year-old ഫീമെയിൽ ആണ്. അപ്പൊ അത് റെക്കറന്റ് ആയിട്ട് UTI വന്നിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തു. പിന്നെ അവർ കത്തീറ്റർ ഇട്ടു. ഒരു 2 months കത്തീറ്റർ ഇട്ടു. അപ്പൊ പിന്നെ കത്തീറ്റർ പിന്നെ ഊരുമ്പം ഈ യൂറിൻ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് ബ്ലാഡറിന്റെ യൂറിട്രൽ ബ്ലാഡർ സ്ട്രക്ചറായി പോയി, അവിടെ നഷ്ടപ്പെട്ടു പോയി. സരസാപ്പല്ല വരും. സരസാപ്പല്ല അവിടുത്തെ മാറ്റം ഉണ്ടാവും. ഹൈപ്പോട്ടൻസി കൊടുക്കാം. വണ്ണം കൊടുത്താൽ മതി. വണ്ണം ഒരു 3 ദിവസം രാത്രി രാവിലെ ആയിട്ട് കൊടുക്കുക.
രാവിലെ ഉം. രാത്രി രാവിലെ അങ്ങനെ കൊടുക്കാം. ഉം. എത്ര ദിവസം കൊടുക്കണം സാറേ ഇത്? എന്തോ എത്ര ദിവസം കൊടുക്കണം വണ്ണം? 3 ദിവസം 3 ദിവസം 3 3 ദിവസം. ദിവസം അത് കൊടുക്കുക. റിപ്പീറ്റ് ചെയ്യണം, വേണമെങ്കിൽ 10 ഡേയ്സിന് പിന്നെ റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 7 ഡേയ്സിന് റിപ്പീറ്റ് ചെയ്യാം. ആദ്യം 3 ദിവസം കൊടുക്കുക, രാവിലെ രാത്രി രാവിലെ. ഓക്കെ. ഓക്കെ ഡോക്ടർ കോസ്റ്റ് കഴിഞ്ഞോ? ഒരു ഞാൻ സജസ്റ്റ് ചെയ്യട്ടെ. കോസ്റ്റിക്കം 10 3 ഡോസ് കൊടുക്കുക. ആർക്കാണ്? ഈ ഇൻവോളണ്ടറി യൂറിനേഷൻ പറഞ്ഞില്ലേ, കോസ്റ്റിക്കൽ കൊടുത്തു, പക്ഷെ 10 കൊടുത്തു, പക്ഷെ എന്തോ അതിനൊരു വലിയ ആക്ഷൻ കണ്ടില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ മെഡോർണത്തിനെ കുറിച്ച് ചിന്തിച്ചത്. അല്ല ഇപ്പൊ ഡോക്ടർ അനിത പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോ. അതാ ഡോക്ടർ 3 അനിത ഡോസ്. പറഞ്ഞില്ലേ, അതിനാണ് പറഞ്ഞ കോസ്റ്റിക്കം 10 ഒരു ഡോസ്, 3 ഡോസ് 3 ഡോസ് 3 ഡോസും. ഓക്കെ. അതിന് സ്പിൻഡർ മസിൽസ് പാരലൈസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് കാര്യം. ഓക്കെ സാർ, അത് 3 ഡോസ് എങ്ങനെ അടുപ്പിച്ച് കൊടുക്കാമോ? അതോ അത് രാവിലെ ഒരു ഡോസ് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലെടുക്കണം. 1/4 ഗ്ലാസ് വെള്ളത്തിലെടുത്തിട്ട് അത് 3 ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. രാവിലെ 1/4 ഭാഗം, അത് 3 ഡിവൈഡ് ചെയ്ത് രാവിലെ, ഉച്ചക്ക്, രാത്രി അങ്ങനെ കൊടുക്കണം. പിന്നെ വേറെ മരുന്നൊന്നും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ല, ഈ 3 ഡോസ് മതി, പിന്നെ റിപ്പീറ്റ് ചെയ്യും. മതി. പിന്നെ വേണമെങ്കിൽ ഇതിന്റെ ഫോളോ അപ്പ് ആയിട്ട് കോസ്റ്റിക്കം 0/3 കൊടുക്കാം. അത് ഒരു കുപ്പിക്കകത്ത് 1 ലിറ്റർ ഓഫ് വെള്ളം എടുത്തിട്ട് ഒരു ഡോസ് അതിനകത്ത് ഇടുക, 0/3. എന്നിട്ട് ഫ്രീക്വന്റ് ആയിട്ട് കുടിച്ചോളാൻ പറയണം. 7 ദിവസത്തേക്ക് കൊടുക്കുക, 7 പൊതി. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 7ാമത്തെ പൊതി തീരുമ്പോ റിപ്പോർട്ട് ചെയ്യാൻ പറയും. ഓക്കെ താങ്ക് യു സർ. അനിത ഡോക്ടറെ, അടുത്ത പത്മപ്രിയ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു, അൺമ്യൂട്ട് ചെയ്തു. സാർ, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു കേസ് ഓർമ്മ വന്ന, ഒരു 16-year-old ബോയ് സ്റ്റുഡന്റ് ആണ്. അപ്പോ എപ്പോഴൊക്കെ എക്സാംസിന്റെ ഒരു സമയമാകുമ്പോ, ഒരു മാസം മുമ്പ് ടെറിബിൾ യൂറിനറി ഇൻഫെക്ഷൻ, കുറെ നേരം മൂത്രമൊഴിക്കാൻ നിൽക്കണം. പിന്നെ ആ മൂത്രം പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട്, പെയിൻ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ബേണിംഗ്. അപ്പോ ഇക്വിസ്റ്റൈനം ഹൈമനാലിയ ഹാസ് ഹെൽപ്ഡ് ഹിം. പക്ഷെ ഇത് ഒരു 2-3 വർഷമായി തുടങ്ങിയത്. സ്ഥിരം പേഷ്യന്റ് ആയതുകൊണ്ട് ഫാമിലി എൻ്റെ അടുത്ത് വരുന്നതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഈ പേഷ്യന്റിനെ ഞാൻ മാനേജ് ചെയ്യാറുണ്ട്. ബട്ട് എവറി ടൈം എക്സാംസ് ആർ കമ്മിങ്, എവറി ടൈം പ്രിപ്പറേഷനും എക്സാംസ് അപ്രോച്ച് ചെയ്യുന്നോ ഈ ഒരു പ്രശ്നമാണ്. പക്ഷെ ഇതിപ്പോ ഇക്വിസ്റ്റൈനം എല്ലാ പ്രാവശ്യം ഇക്വിസ്റ്റൈനം കൊടുത്താൽ ശരിയാവാറുണ്ട്. ഇടയ്ക്ക് ഞാൻ ലൈക്കോപോഡിയം കൊടുത്തു, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് എനിക്ക് ലൈക്കോപോഡിയം കറക്റ്റ് ആയി തോന്നിട്ട് കൊടുത്തു. പക്ഷെ എന്നാലും ഈ ഒരു പ്രശ്നം മാറണേ ഇല്ല. പക്ഷെ എല്ലാ പ്രാവശ്യവും എക്വിസ്റ്റൈനം കൊടുത്ത സക്സസ് ഉണ്ട്. ബട്ട് അഗൈൻ ഹി വിൽ കം അപ്പ് വിത്ത് ദ സെയിം സ്റ്റോറി. ഇയാൾക്ക് അർജന്റീന 10 കൊടുക്കുക. അർജന്റീന സാറ് പറഞ്ഞാണ് മെഡിസിൻ. അർജന്റീന കൊടുത്താൽ നിൽക്കും അവിടെ. ഓക്കെ, പിന്നെ വരൂല. എക്സാമിനേഷൻ പങ്കാണ്. എക്സാമിനേഷൻ പങ്കാണ് കണ്ടീഷൻ. ജൽസീമിയം വർക്ക് ചെയ്യും. ജൽസീമിയം നല്ല അർജന്റീനയാണ്. ഓക്കെ ഫൈൻ. ഒക്കേഷൻ ഡോസ് കൊടുത്താൽ മതി. ഓക്കെ ശരി, താങ്ക് യു വെരി മച്ച്. അത് കൊടുത്തിട്ട് റിസൾട്ട് അടുത്ത ഒരു സെഷനിൽ പറയണം. റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക്, അതുകൊണ്ടാ പറയുന്നത്. സാറിനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ട്രൈ അർജന്റം നൈട്രിക്കം അല്ലേ? 1 and 10 50 cm 5 മാസം കൊണ്ട് കൊടുത്താൽ മതി. ഓക്കെ ശരി, താങ്ക് യു വെരി മച്ച്. ഓക്കെ പത്മപ്രിയ ഡോക്ടർ. അടുത്തത് ജയചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഹലോ, ഡോക്ടറെ കാണുന്നില്ലല്ലോ ഇതിനകത്ത്. ഇപ്പൊ കണ്ടു. സുഖാണല്ലോ? കുഴപ്പമൊന്നുമില്ല. ഇവിടെ നെറ്റ് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞോളാം. എന്റെ അടുത്ത് വന്ന ഒരു പേഷ്യന്റ്, ഒരു 66 വയസ്സുള്ള ഒരു ഓൾഡ് മാൻ ആണ്. പുള്ളിക്ക് ഫ്രീക്വന്റ് മിക്സറേഷൻ ആയിരുന്നു. അങ്ങനെ ഞാൻ ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോഴത്തേക്ക് പുള്ളിക്ക് പിന്നെ ഡയബറ്റിക് ആണ്, 10-15 കൊല്ലമായിട്ട് ഡയബറ്റിക് ആണ്. അത് കൺട്രോൾഡ് ആണ്.
പിന്നെ PSA ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് 6.5 ആയിരുന്നു. പിന്നെ സ്കാൻ ചെയ്തപ്പോൾ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉണ്ട്. പിന്നെ പുള്ളിക്ക് ഇതുണ്ടല്ലോ ബ്ലാഡറിൽ യൂറിൻ ഒരു 250 വരെ നിൽക്കും. ആഫ്റ്റർ മിക്ചറേഷൻ 150 നിൽക്കും. പിന്നെ പുള്ളിക്ക് കൂടെ മൂത്രം ഒഴിക്കണം. പിന്നെ ഇപ്പോൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് പെയിൻ ഉണ്ട്. അത് ഈ പ്രോസ്റ്റേറ്റിന്റെ പ്രോബ്ലം കൊണ്ടാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഫ്രീക്വന്റ് മിക്ചറേഷൻ വിത്ത് പെയിൻ ആണ്. പിന്നെ ഫാറ്റി ലിവറുമാണ്. ഇതൊക്കെയാണ് കംപ്ലൈന്റ് പറഞ്ഞത്. ഞാൻ ശബാൽപന്താക്കം കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഇപ്പൊ കേട്ട ആർജിന്റെ നൈട്രിക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളി വളരെ ആങ്ഷ്യസ്, ഒരു സപ്ലൈ ഓഫീസർ രജിസ്റ്റർ ചെയ്താണ്. ഇങ്ങനെ ഒരു ആങ്ഷ്യസ് പേഷ്യന്റ് ആണ്. നമ്മള് ഏത് മരുന്ന് ചിന്തിക്കണം. ഞാൻ ശബാൽപന്താക്കം ആർജിന്റെ നൈട്രിക്കും കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇടയ്ക്ക് കാന്താരിസും ഒണ്ണം കൊടുത്തായിരുന്നു. സാമ്പിൾ സെല്ലറ്റല്ലേ കൊടുത്തോ? അതെ, അത് കൊടുത്തിട്ടുണ്ട്. അതെ, എന്നാ പിന്നെ കൊണിയെ കൊടുക്കും കേട്ടോ. കൊണിയം ഏത് പൊട്ടൻസി എങ്ങനെ? കൊണിയൻ ആദ്യം 0.3 കൊടുക്കുക. ഡെയിലി 3 ഡോസ് കൊടുത്തിട്ട് ഒരാഴ്ച കൊടുത്ത് പിന്നെ 200 മതിയോ? 200 രാത്രി രാവിലെ കൊടുത്താൽ റിസൾട്ട് പറയണേ. പറയാം. 150 ml ആണ് റെസിഡുവൽ യൂറിൻ. മാക്സിമം. അതെ, അതാണ് കാരണം. അതാണ് പ്രോസ്റ്റേറ്റ് റെഡ്യൂസ് ചെയ്താൽ ഇപ്പൊ ആദ്യം 75 പറഞ്ഞു. ഇപ്പൊ 65 ബുക്സില് 150 ഉണ്ട്. അത് 250 150 ഡോക്ടർ പറഞ്ഞേ. അതാണ് കാരണം. അത് തന്നെയാണ് കാരണം. അപ്പൊ അത് ഗ്ലാൻഡ് എൻലാർജ്മെന്റ് കുറഞ്ഞാൽ നിൽക്കും. അതാണ് സാർ കൊണിയം പറഞ്ഞത്. അതെ. അപ്പൊ ഈ കൊണിയ കൊടുക്കുമ്പോ നമുക്ക് സബാൽപന്താക്കം വേണ്ടോ? വേണ്ട. ശരി. സ്ക്രോഫിലേറിയ നോഡോസ ടിഞ്ചർ എഫക്റ്റീവ് ആണ്. ട്രൈ ചെയ്താൽ. അപ്പൊ ഞാൻ അതൊക്കെ ട്രൈ ചെയ്യാം. ഓക്കെ ജയചന്ദ്രൻ ഡോക്ടറെ, അങ്ങനെ നമ്മളെ സമയം പോയത് അറിഞ്ഞില്ല. നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. 10:30 കഴിഞ്ഞു. എന്തായാലും കഴിഞ്ഞ ഒരു ദിവസം സാറിന്റെ ഒരു സെഷൻ വെച്ചിരുന്നെങ്കിലും സാറിന് എത്താൻ പറ്റിയില്ല. ഇന്ന് ആദ്യം കുറച്ചൊരു തടസ്സമൊക്കെ നേരിട്ടെങ്കിലും നമുക്കത് ക്ലിയർ പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. സാറേ. പിന്നെ അത് കറക്റ്റ് ചെയ്ത് നമുക്ക് ലാപ്ടോപ്പിൽ കയറിക്കോളാം. ഓക്കെ. അപ്പൊ തുടക്കത്തിൽ ഒരു ചെറിയ തടസ്സം വന്നെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. സാറ് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. ഒത്തിരി ഡിസ്കഷൻ നന്നായിരുന്നു. ഡിസ്കഷൻ അവസാന പാർട്ട് നമുക്ക് വളരെ നന്നാക്കാൻ സാധിച്ചു. എന്തായാലും സാറിനെ പ്രത്യേകം നന്ദി, IFPHന്റെ പേരുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് സാറിനോടൊപ്പം നമുക്ക് ചോദ്യോത്തരവേളയിൽ പങ്കെടുത്ത ഡോക്ടേഴ്സിനും നന്ദി അറിയിക്കുന്നു. അനിൽകുമാർ ഡോക്ടർ ഒക്കെ നമ്മളോടൊപ്പം, സാറിനോടൊപ്പം ഹരിഹരൻ സാറ് ഒക്കെ പല കാര്യങ്ങളും പോയിന്റുകളും നമുക്ക് ഈ മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു. സാറിനും മറ്റു ഡോക്ടേഴ്സിനും ഇന്ന് ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.